LNG പൈപ്പ് ലൈൻ സംബന്ധിച്ച് ധാരണയായി 2 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പെട്രോനെയ്റ്റിന്റെ ഉറപ്പ് ലഭിച്ചു. അതേസമയം LNG പദ്ധതിയെ സംബന്ധിച്ച് പെട്രോനെയ്റ്റ് MD-യോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെട്രോനെയ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസാരിക്കാൻ വേണ്ടി അടുത്ത ദിവസം വരുന്നു. നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മുടെ താല്പര്യം നേരത്തെ പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ താല്പര്യവും ലൈൻ വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ചില വിശദാംശങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞു. അത് അദ്ദേഹം കൊണ്ടുവരണം. ഓക്കെ. ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പുതിയ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കാൻ ജുഡീഷ്യറിക്കായില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ജിഷ വധക്കേസ് CBI അന്വേഷിക്കണമെന്നും അന്വേഷണ ചുമതല മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരണമെന്ന് നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകരുത് എന്ന് നിർദ്ദേശിച്ച കോടതി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തിയത് ഉചിതമായില്ല എന്ന് അഭിപ്രായപ്പെട്ടു. ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ വിശദാംശങ്ങളടങ്ങിയ 2 ഫയലുകൾ മുദ്രവെച്ച കവറിൽ മധ്യമേഖല IG മഹിപാൽ യാദവ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കോടതി IG സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാതെ മടക്കി നൽകി. കൊലപാതകത്തിന് മുമ്പ് ജിഷ തോപ്പുംപടി സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ഉണ്ടാകാതിരുന്നത് ഗുരുതരമെന്ന് വിലയിരുത്തിയ കോടതി ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരയുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന അന്വേഷണമാകണം ഉണ്ടാകേണ്ടത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. SC/ST പീഡന നിരോധന നിയമപ്രകാരം ആദ്യ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നുവെന്ന ആക്ഷേപം സംബന്ധിച്ച് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സമീർ വഴങ്ങോട്. പ്രവാസി മലയാളി ജോയ് V ജോണിനെ കൊലപ്പെടുത്തിയ മകൻ ഷെറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ചിങ്ങവനത്തും ചെങ്ങന്നൂരും പോലീസ് പരിശോധന നടത്തുകയാണ്. ചെങ്ങന്നൂരിൽ പ്രവാസി മലയാളി ജോയ് ജോണിനെ മകൻ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കാറിൽ വെച്ച് 4 തവണ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചെങ്ങന്നൂർ ഗോഡൌണിൽ കൊണ്ടുവന്ന് കത്തിച്ചു കളയാൻ ശ്രമിച്ചു. പിന്നീട് മൃതദേഹം പല ഭാഗങ്ങളായി മുറിച്ചു മാറ്റുകയായിരുന്നു. ഇതിനുശേഷം തെളിവ് നശിപ്പിക്കാൻ ഓരോ ശരീരഭാഗവും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടു. തലയും ഉടലും ചിങ്ങവനം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. കൈകാലുകൾ പമ്പാനദിയിൽ ഒഴുക്കിവിട്ടു. കൈയുടെ ഒരു ഭാഗം ഇന്നലെ പോലീസിന് ലഭിച്ചിരുന്നു. പിതാവിൻ്റെ വഴിവിട്ട ജീവിതവും സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കരുതുന്നു. ചെങ്ങന്നൂർ മുളകിഴക്ക് സമീപം കാറിൽ വെച്ച് 4 തവണ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഷെറിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രതിയുടെ മൊബൈലിൽ നിന്നും പോലീസിന് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതിരപ്പള്ളി പദ്ധതിയിൽ പൊതുചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതേസമയം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളുടെ കാലം കഴിഞ്ഞെന്നും കേരളത്തിൽ കോൺഗ്രസ് ഇനി ഒറ്റക്കെട്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഗ്രൂപ്പ് വഴക്കുകളുടെയും തമ്മിലടിയുടെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും ഒരു കാലം കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിക്കുകയാണ്. കേരളത്തിൽ 12-13 വർഷക്കാലം നേതൃത്വത്തിൽ ശ്രീ AK ആന്റണിക്ക് ശേഷം ഇരുന്ന ശ്രീ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതാവ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൽ അസാധാരണമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഗ്രൂപ്പ് വഴക്കുകളുടെ, ഗ്രൂപ്പ് മത്സരങ്ങളുടെയും കിടമത്സരങ്ങളുടെയും സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സന്ദേശം ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നൽകിയിരിക്കുകയാണ്.
2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ സമാപിച്ചു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് വിവിധ സംസ്ഥാനങ്ങൾ സമർപ്പിച്ചു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇന്നലെയും ഇന്നുമായി ദില്ലിയിൽ നടന്നത്. ആദ്യ ദിവസം 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്മേൽ ചർച്ചകളിലേക്ക് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കടന്നു. കേരളത്തിൽ മികച്ച വിജയം നേടാനായി കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് CPIM നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഫലമാണ് വിജയമെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പശ്ചിമബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വളർച്ച നേടാനായോ എന്നതും വിലയിരുത്തലിന് വിധേയമായി. വിശാല സഖ്യം രൂപീകരിച്ചാണ് പശ്ചിമബംഗാളിൽ മത്സരിച്ചത്. ഇത് എത്രത്തോളം ഗുണം ചെയ്തുവെന്നാണ് പരിശോധിച്ചത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രാഥമിക വിലയിരുത്തൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പൂർത്തിയായി. വിശദമായ റിപ്പോർട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച ശേഷം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ വിശദമായ അവലോകനത്തിലേക്ക് കടക്കുകയും ചെയ്യും. ദില്ലി AKG ഭവന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചതെന്ന് സംസ്ഥാന സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ പൂട്ടിയാൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ UDF സർക്കാരിന്റെ കാലത്താണ് തീരുമാനിച്ചത്. ഇതിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. നേരത്തെ കേരള ഹൈക്കോടതി സ്കൂൾ പൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധിയിലാണ് മലാപ്പറമ്പ് സ്കൂൾ ഉള്ളത്. ഈ നിയമപ്രകാരം സ്കൂൾ പൂട്ടാനുള്ള തീരുമാനം തദ്ദേശ സ്ഥാപനവും AEOയും കൈക്കൊള്ളണം. ഇതിന്മേൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ മലാപ്പറമ്പ് സ്കൂൾ കാര്യത്തിൽ അത്തരമൊരു നടപടിക്രമം പാലിച്ചിട്ടില്ല. 3 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു സ്കൂളുകളുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ അടച്ചുപൂട്ടിയാൽ അത് നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈക്കലാക്കാൻ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യക്കാർ ശ്രമിക്കും. ഭൂമിക്ക് കനത്ത വിലയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ അത് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ മുതിർന്ന അഭിഭാഷകരെ ഹാജരാക്കാനും കേരള സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പയ്യാവൂരിൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, മൃതദേഹങ്ങൾ ഇപ്പോൾ എവിടെയാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്? പ്രജീഷ്, പയ്യാവൂർ ചമതച്ചാൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ മൃതദേഹം രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം 10:30 പയ്യാവൂർ സെൻറ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്കും കൊണ്ടുവന്നു. ഇവിടെയെല്ലാം തന്നെ സഹപാഠികളും അതുപോലെ തന്നെ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളും പടിയൂർ, പയ്യാവൂർ പഞ്ചായത്തുകളിലെ മുഴുവൻ ആളുകളും 100 കണക്കിന് ആളുകളാണ് ഇവിടെയൊക്കെ എത്തിച്ചേർന്നത്. ആകസ്മികമായി ഉണ്ടാക്കിയ മരണം അതുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും നാട് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ കുട്ടികളുടെ മൃതദേഹം 3 വീടുകളിലായി കൊണ്ടുപോയിരിക്കുകയാണ്. 3 വീടുകളിലും ബന്ധുക്കൾ കണ്ടതിന് ശേഷം തറവാട് വീട്ടിലേക്ക് കൊണ്ടുവരും. തറവാട് വീട്ടിൽ നിന്നും അന്ത്യകൂദാശ കർമ്മങ്ങൾക്ക് ശേഷം 3 മണിയോടുകൂടി ഇവിടെ ഈ പള്ളിയിലാണ്, ACC പള്ളിയിലാണ് മൃതദേഹങ്ങൾ ഒരു കല്ലറയ്ക്കുള്ളിൽ സംസ്കരിക്കുക. അതിനു മുൻപ് തന്നെ നാട്ടുകാർക്കെല്ലാം കാണാൻ വേണ്ടി അന്ത്യയാത്രാമൊഴി നൽകാൻ വേണ്ടി ഇവിടെ പള്ളിമുറ്റത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഏകദേശം 3 മണിയോടുകൂടിയായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. അവരെ കാണാനും അന്തിമ യാത്രാമൊഴി നൽകാനുമായി എത്തിച്ചേർന്ന ആളുകളെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ നേരത്തെ തന്നെ ഏകദേശം 12:30 തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഈ പള്ളിയുടെ പരിസരത്തായി എത്തിയിരിക്കുകയാണ്. 100 കണക്കിന് ആളുകളാണ് കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത്. നാടിനെ ആകെ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു ഇത്. ചമതച്ചാൽ പുഴയിൽ 5 കുട്ടികൾ മുങ്ങി മരിക്കുന്നു എന്നുള്ളത് നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാനാവാത്ത ഒരു വിയോഗമാണ്. മാത്രമല്ല കുട്ടികളെല്ലാം തന്നെ എല്ലാ സ്കൂളുകളിൽ വളരെ മിടുക്കരായിരുന്നു. പള്ളിയിൽ അൾത്താരയിൽ സേവകരായി കർമ്മമനുഷ്ഠിച്ചിരുന്ന കുട്ടികളായിരുന്നു. അൾത്താരയിൽ ഗായക ട്രൂപ്പിലുണ്ടായിരുന്ന കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പള്ളിമുറ്റത്ത് പ്രത്യേക സ്മൃതി മണ്ഡപം തീർക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പ്രജീഷ്.
ജോഷ്ലയാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. വാർത്തകൾ ചുരുക്കത്തിൽ. അടിമകളാക്കപ്പെട്ട പെൺകുട്ടികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഓൺലൈനിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. സംഘടനയുടെ മൂലധനം ഉയർത്തുന്നതിന് ആവശ്യമായ പണം ലഭിക്കുന്നതിനാണ് ഓൺലൈൻ വാണിഭമെന്നും റിപ്പോർട്ട്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മൊറോക്കോ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക. ഹൂസ്റ്റണിലുണ്ടായ വെടിവെപ്പിൽ അക്രമി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. 6ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കിടെ മെഡിറ്ററേനിയൻ തീരത്തുണ്ടായ 3 കപ്പൽ ദുരന്തങ്ങളിൽ 700-ലധികം അഭയാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി UN വാർത്താ ഏജൻസി.